നമസ്കാരം. സമസ്തയുടെ മുതിർന്ന നേതാവ് ഉമർ ഫൈസിയുടെ മുസ്ലിം ലീഗിനെതിരെയുള്ള ആരോപണങ്ങൾ ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ രീതിയിൽ തന്നെയാണ് ഉമർ ഫൈസി മുസ്ലിം ലീഗിനെതിരെ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PM A സലാമിനെതിരെയാണ് അദ്ദേഹം ഒളിയമ്പുകൾ എഴുതുന്നത്. PM A സലാം എത്തിയതിനു ശേഷമാണ് മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിലുള്ള ഉടലെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞ വലിയൊരു പോയിന്റ്, കമ്മ്യൂണിസമാണ് ഇന്ത്യയിൽ ഫാസിസത്തിനെതിരെ ശക്തമായി പോരാടുന്ന പാർട്ടിയെന്നും BJPക്കെതിരെ പോരാടുന്ന ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കമ്മ്യൂണിസവും CPMുമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. ഇത് CPMനുള്ള പിന്തുണയാണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തുകൊള്ളുമെന്ന് അദ്ദേഹം പറയുന്നു. മുസ്ലിം ലീഗിലെ 80% ആൾക്കാരും സമസ്തയുടെ ആൾക്കാരാണെന്ന് അദ്ദേഹം പറയുന്നു. സമസ്തയില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുമില്ലെന്ന് ഉമർ ഫൈസി കൂട്ടിച്ചേർത്തു. ഇന്ത്യ മുന്നണിയിൽ CPMും കോൺഗ്രസും ഒന്നിച്ചുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് അവർ ശത്രുക്കളെന്നും അദ്ദേഹം പറയുന്നു. എന്നാലും CPM തന്നെയാണ് ഫാസിസത്തിനും BJPക്കും എതിരെ നിൽക്കുവാൻ കെൽപ്പുള്ള പാർട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇത് തൻ്റെ വ്യക്തിപരമായ നിലപാടാണെങ്കിലും ഇത് തന്നെയാണ് സമസ്തയിലെയും സമുദായങ്ങൾക്കിടയിലെയും ശക്തമായ വികാരമെന്നും അദ്ദേഹം പറയുന്നു. ഇത് ഒരുപക്ഷെ പൊന്നാനിയിൽ മാത്രമല്ല, മുസ്ലിം ലീഗിന് മാത്രമല്ല ദോഷം ചെയ്യുക, മറ്റു മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് ഇത് ദോഷം ചെയ്യുവാൻ സാധ്യത കൂടുതലാണ്. PM A സലാം നിരന്തരമായി സമസ്തയെ അവഹേളിക്കുന്നുവെന്നും മുതിർന്ന നേതാക്കളെ പോലും അദ്ദേഹം മയമില്ലാതെ ആക്രമിക്കുന്നുവെന്നുമാണ് ഉമർ ഫൈസി കൂട്ടിച്ചേർക്കുന്നത്. ഇതിനൊരു പരിഹാരം വേണമെന്നും സമസ്തയും മുസ്ലിം ലീഗും സമുദായത്തിൻ്റെ 2 ചിറകുകളാണെന്നും അദ്ദേഹം പറയുന്നു. പുതിയൊരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്താൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട്. എന്തായാലും മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ UDF നേതൃത്വവും അങ്കലാപ്പിൽ തന്നെയാണ്. പൊന്നാനിയിൽ മാത്രമായിരിക്കും ഇതിൻ്റെ അലകൾ അടിക്കുക എന്ന് കരുതിയ UDFന് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടുകൂടി മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയായിരിക്കുകയാണ്. ഫാസിസത്തിനും BJPക്കുമെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ പ്രാപ്തനായ പാർട്ടി CPMും ഇടതുപക്ഷവുമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. ഇതിനർത്ഥം BJPക്കെതിരെ പോരാടുവാൻ CPMനെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്നുള്ള ഒരു ധ്വനി കൂടി നമുക്കതിൽ വായിച്ചെടുക്കാം.